ഹലോ നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ട് അടിപൊളിയായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് വെയിറ്റ് കുറച്ച് ഇങ്ങനെ കുറയ്ക്കണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്നവർക്കും PCOD അങ്ങനത്തെ കാര്യങ്ങളുള്ളവർക്കും പിന്നെ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി ഇരിക്കുന്നവർക്ക് ചെറിയൊരു മോട്ടിവേഷൻ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ചെയ്യണത്. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ഇത്. ആരും ഫോളോ ചെയ്യണമെന്നോ അല്ലെങ്കിൽ ആരും ഇങ്ങനെ എന്താ പറയുക അതിങ്ങനെ അതുപോലെ തന്നെ അതേപടി പാലിക്കണം എന്നൊന്നും എവിടെയും ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഫുള്ള് കണ്ടാൽ മതി, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. അതുപോലെ തന്നെ അത് നിങ്ങളുടെ താല്പര്യമാണ്. ഞാൻ ആദ്യം തന്നെ അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു മാത്രം. അപ്പോൾ 2 ഡെലിവറി കഴിഞ്ഞിട്ട് ഇപ്പോൾ, അതായത് എൻ്റെ രണ്ടാമത്തെ ഡെലിവറി കഴിഞ്ഞിട്ട് 2 കൊല്ലം ആവുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ 2 ഡെലിവറിയുടെയും പ്ലസ് എൻ്റെ PCOD, ഫൈബ്രോയിഡ്, വെയിറ്റ് ലോസ്, വെയിറ്റ് ഗെയിൻ, ഈ കാര്യം പിന്നെ വെയിറ്റ് ലോസ്, ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് ചെറിയൊരു കാര്യങ്ങൾ കുറച്ച് ഫോട്ടോസും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന്. അത് എനിക്കും കൂടി ഒരു മോട്ടിവേഷൻ ആട്ടോ. കാണുമ്പോൾ ഇത് എഡിറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ഭയങ്കര മോട്ടിവേഷനാണ് എനിക്ക് കിട്ടുക. എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ആ ഫോട്ടോസൊക്കെ എടുത്ത് കാണുകയും നിങ്ങൾക്കത് കാണിക്കുകയും ചെയ്യുമ്പോഴൊക്കെ. അപ്പോൾ നമുക്ക് ആദ്യം എൻ്റെ ആദ്യത്തെ ഡെലിവറി നോക്കാം, നേരം കളയണ്ട. ആദ്യത്തെ ഡെലിവറി 2012 അപ്പോൾ ഞാൻ സത്യം പറഞ്ഞ കല്യാണത്തിനൊക്കെ 40, 42, 43 ആ ഒരു വെയിറ്റ് ആയിരുന്നു എനിക്ക്. അപ്പം അങ്ങനെ പെൻസിൽ പോലെ ഇരിക്കുന്ന എൻ്റെ അപ്പച്ചൻ്റെ പ്രകൃതാട്ടോ. ഞാൻ ആളങ്ങനെ ഇരുന്നെന്ന്. അപ്പോൾ സെയിം ആളെ കാണുന്ന പോലെ തന്നെയാണ് നിൽക്കുന്നത്, എന്നെ കാണാൻ എപ്പോഴും എല്ലാവരും പറയും. അപ്പം ഞാൻ ആ കല്യാണം കഴിഞ്ഞ് ഡെലിവറി 2012 2012 എനിക്ക് 22 വയസ്സ്, 21 വയസ്സിലായി. 22 വയസ്സായപ്പോൾ ഡെലിവറി. ആ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഒരു ഗ്യാപ്പിലാണ് ഡെലിവറി വന്നത്. അങ്ങനെ അപ്പം ഞാൻ ഡെലിവറിയുടെ ആദ്യത്തെ മാസങ്ങൾ കഴിഞ്ഞൊരു 3 മാസം കഴിഞ്ഞപ്പോൾ വണ്ണം വയ്ക്കാൻ തുടങ്ങി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബലൂൺ എങ്ങനെ വീർപ്പിക്കും, അതായത് ഇങ്ങനെ ഷ്യൂന്ന് കിടന്ന ബലൂൺ എങ്ങനെ വീർത്ത് വരും, അതുപോലെയായിരുന്നു ഞാൻ വീർത്തുണ്ടായിരുന്നത്. അതായത് ഈ 40-42 കിലോന്ന് ഞാൻ പോയതൊരു 80-80 എനിക്ക് തോന്നുന്നു ഈ ഇപ്പം നിങ്ങൾ എന്നെ കണ്ടിട്ടില്ലേ ഡെലിവറി കഴിഞ്ഞ് ആ ഒരു സെയിം എന്താ പറയുക മുഖത്ത്. അന്ന് എനിക്ക് കുരു അധികം കുറവായിരുന്നു, പക്ഷെ ഇപ്പോഴത്തെ രണ്ടാമതില്ലെങ്കിൽ ഭയങ്കര കുരു ഉണ്ടായിരുന്നു. അപ്പോൾ കുരു അങ്ങനെ ഇല്ല, പക്ഷെ പിഗ്മെന്റേഷൻ ആണ്. അത്രയും പിഗ്മെന്റേഷൻ ആയിരുന്നു. ഞാൻ വേറൊരാളായി മാറി. ഞാൻ എൻ്റെ ഇവിടെ കല്യാണത്തിൻ്റെ ഫോട്ടോ, അത് കഴിഞ്ഞിട്ട് എൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ഫോട്ടോ ഉള്ളൂ. കാരണം ഡെലിവറിയുടെ സമയത്ത് ഞാൻ ഫോട്ടോ എടുത്തിട്ടില്ല. അന്ന് എൻ്റെ ഒരു ഫോണില്ല, ഒന്നുമില്ല. അതുപോലെ തന്നെ എന്നെ കൂട്ടിക്കൊണ്ടുപോകുന്ന ചടങ്ങിന് ഫോട്ടോ എടുത്തിട്ടില്ല എന്നാണ് തോന്നുന്നത്. എൻ്റെ ആ ഫോട്ടോ ഒന്നുമില്ല, എടുത്തിട്ടില്ല. അന്ന് അങ്ങനെ ഉണ്ടായിരുന്നു, 7ാം മാസത്തിലെ കൂട്ടിക്കൊണ്ടുപോകണം. അപ്പോൾ അതൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്കത് ഡെലിവറിയുടെ മുന്നത്തെ ഫോട്ടോ എൻ്റെ കയ്യിൽ ഇല്ല. അതാണ്, അല്ലെങ്കിൽ ഞാൻ വെച്ചേനെ അങ്ങനെ. അപ്പോൾ അത്രയും വീർത്തുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഡെലിവറി കഴിഞ്ഞപ്പോൾ ഒന്നും കൂടി കൂടുക ചെയ്തേ. പലരും ഇപ്പോൾ കമൻ്റ് ഇടും, ഞങ്ങൾ ഡെലിവറിക്ക് 60 ഉണ്ടായിരുന്നു, 70 ഉണ്ടായിരുന്നു, ഡെലിവറി കഴിഞ്ഞപ്പോഴേക്കും 40 50 എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ എൻ്റെ ശരീരപ്രകൃതിയിൽ കുറഞ്ഞില്ല, അത് കൂടെ ചെയ്തേ. ചിലപ്പോൾ എൻ്റെ പോലെ ആരെങ്കിലും ഉണ്ടോയെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഭയങ്കരമായിട്ട് തടിച്ച്. അതായത് ഇപ്പം എത്ര ഉണ്ട് അതിനൊക്കെ കൂടി ഒരു 5 കിലോനും കൂടി എന്ന് പറയാം. ഇപ്പം 80 ആണെങ്കിൽ 85 അങ്ങനെ. ഞാൻ വിചാരിച്ചത് ഞാൻ കുറയുന്ന, കാരണം എന്താ വെച്ചാൽ ഈ ഹോർമോൺ അന്ന് നമുക്ക് അത്രേ ഉള്ളൂ. ആ പ്രായത്തിൽ എനിക്ക് 22 വയസ്സിൽ എനിക്ക് ആ ഒരു ബോധമേ ഉള്ളൂ. അപ്പം ഞാൻ വെയിറ്റ് കുറയായിരിക്കും. ഇതിപ്പോൾ പ്രസവം മാറ്റുമോ നമുക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. പ്രസവത്തിന് കഴിയുമ്പോൾ ഹോർമോണുകളൊക്കെ മാറും, കുറയും. പക്ഷെ എൻ്റെ കുറഞ്ഞില്ല, അങ്ങനെ കുറഞ്ഞില്ല. പിന്നെ ഉണ്ണിയുടെ പിന്നാലുള്ള അലച്ചിലും നമ്മളൊന്നും ശ്രദ്ധിക്കണില്ല. പിഗ്മെന്റേഷൻ ഉണ്ട്, അവിടെ ഉണ്ട്. കഴുത്തിൽ ഫുള്ള് കറുപ്പുണ്ട്, അവിടെ ഉണ്ട്. അതൊക്കെ ഒന്നും കക്ഷൊക്കെ ഇവിടെ മൊത്തം കരിക്കട്ട മാതിരിയായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. അതൊക്കെ എനിക്ക് എൻ്റെ ശരീരപ്രകൃതി അങ്ങനെയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ണിക്കൊരു 3 വയസ്സൊക്കെ ആകുമ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് എനിക്ക് പീരിയഡ്സ് കറക്റ്റ് അല്ല. തോന്നിയ പാലിക്കുക. അതായത് ഇപ്പം നമുക്കിപ്പോൾ പെണ്ണുങ്ങൾക്ക് അങ്ങോട്ട് കൊണ്ടൊക്കെ 1 ദിവസം 2 ദിവസമൊക്കെ മാറും, അല്ലെങ്കിൽ 3 ദിവസം മാറും. പക്ഷെ എനിക്ക് ഈ മാസം കണ്ട അടുത്ത മാസം എന്താ പറയുക ഇങ്ങനെ പിന്നെ ഒരു 2 ആഴ്ച 3 ആഴ്ചയൊക്കെ ഗ്യാപ്പ് പിന്നെ കാണണമെങ്കിൽ ആ ഡേറ്റിനനുസരിച്ച് വ്യത്യാസം. അപ്പം ഇങ്ങനെ ചിലപ്പോൾ ഒരു മാസം കാണണില്ല, അങ്ങനെ പിന്നത്തെ മാസം ചിലപ്പോൾ ആദ്യം തന്നെ. അങ്ങനെയൊക്കെ ഒരു എന്താ പറയുക ക്രമമില്ലാത്തൊരു സർക്കിളായിരുന്നു. അപ്പം ഞാനത് ശ്രദ്ധിച്ചു തുടങ്ങിയത് ഞാനും ഒന്ന് സെറ്റായപ്പോഴാണ്. കാരണം ഒരു 3 വയസ്സൊക്കെ ആയപ്പോഴേക്കും ഉണ്ണി ഒന്ന് സെറ്റായി. നിങ്ങൾക്ക് അറിയാമല്ലോ, 3 വയസ്സൊക്കെ ആകുമ്പോഴേക്കും ഉണ്ണി ഒന്ന് സെറ്റാവും. ആ സമയത്താണ് ഞാൻ എന്നെ തിരിഞ്ഞു നോക്കണത്, ഞാൻ ഇങ്ങനെയാണെന്നുള്ളതൊക്കെ. അതായത് എനിക്ക് പീരിയഡ്സിൻ്റെ പ്രശ്നമാണ് ആദ്യം വന്നത്. അപ്പം ഞാൻ എൻ്റെ അമ്മോട് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു നമുക്ക് ഡോക്ടറെ കാണാം, അത് കാണിക്കേണ്ടതാണ്, കാരണം ഇത് കറക്റ്റ് ആവണില്ലല്ലോ. അപ്പോൾ അതൊരു ഇഷ്യൂ ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോഴാണ് ഞാൻ നേരെ നമ്മുടെ ജൂബിലി മിഷനിൽ പോയിട്ട് അവിടെ ഒരു ഗൈനക്കോളജി ഡോക്ടറെ കണ്ടപ്പോൾ അവരാദ്യം പറഞ്ഞത് സ്കാൻ ചെയ്യാമെന്നാണ്. സ്കാൻ ചെയ്തപ്പോൾ റിസൾട്ട് വന്നപ്പോൾ PCOD ഉണ്ടെന്ന് വന്നു. അങ്ങനെ PCODക്ക് അവർ ആദ്യം
സർക്കിൾ ഒന്ന് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടുള്ള മരുന്നാണ്. അതിപ്പോൾ 28 ദിവസം അങ്ങനെ കഴിച്ചിട്ട് നിർത്തി കഴിഞ്ഞാൽ പീരീഡ്സ് അങ്ങനത്തെ ഒരു സർക്കിളാണ്. അപ്പോൾ അവർ പറഞ്ഞത് ഈ മരുന്ന് ഇങ്ങനെ സ്ഥിരമായിട്ട് കഴിക്കണേക്കാളും നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്താനാണ് എന്നോട് പറഞ്ഞത്. അതായത് നമ്മൾ ഫുഡ് അപ്പം അന്ന് അങ്ങനെ ശ്രദ്ധിക്കണമൊന്നുമില്ല, 3 നേരം ചോറ് കഴിക്കും. അതുപോലെ ചോറ് കഴിക്കണം മാത്രമല്ല എക്സസൈസ് നമ്മൾ ഈ വീട്ടിലത്തെ കാര്യങ്ങൾ തന്നെ ചെയ്യുള്ളൂ. പിന്നെ മൊത്തത്തിലൊന്നും അങ്ങനെ ശ്രദ്ധിക്കലില്ല. അങ്ങനെയായപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ കുറച്ച് ഇതിനെക്കുറിച്ച് അന്വേഷിക്കുകയും, നമ്മളാണെങ്കിലും നമുക്ക് PCOD എന്ന് പറയുമ്പോൾ ഇപ്പം എല്ലാവരും ഫോൺ എടുത്ത് സെർച്ച് ചെയ്യുക. അപ്പോൾ ഞാനിങ്ങനെ എനിക്കറിയാവുന്നവരോട് അന്വേഷിക്കുകയും ചോദിക്കുകയും അതുപോലെ എങ്ങനെയൊക്കെ വേണം എന്നുള്ളത്. അന്ന് ഫോണും കാര്യങ്ങളും ഉണ്ട്, പക്ഷെ അങ്ങനെ യൂസിങ് കുറവ്, ഉപയോഗം കുറവ്. ഫോൺ വിളിക്കുക, 2 ഫോട്ടോ എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കുക, അങ്ങനെയൊക്കെ തന്നെയുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ അന്വേഷിച്ച് ഞാൻ സ്വന്തമായിട്ടൊരു ഡയറ്റ് പ്ലാൻ എനിക്ക് വേണ്ടിയിട്ട്, അതായത് ഞാൻ പെട്ടെന്ന് എൻ്റെ ബുദ്ധിയിൽ ഉദിച്ചതൊന്നല്ല, ഓരോരുത്തർ പറയുന്നതും ചെയ്യുന്നതും ഒക്കെ കണ്ടിട്ടാണ്. അപ്പം നമ്മൾ അന്ന് കണ്ടിട്ടുള്ള ഒരു ചാനലാണ് നമ്മുടെ കരിമഷി ലവറിൻ്റെ മഞ്ജു ചേച്ചിയുടെ ചാനൽ. ഞാൻ ഇതുവരെ അത് എവിടെയും പറഞ്ഞിട്ടില്ല, പക്ഷെ ഇപ്പം എനിക്കത് പറയണം തോന്നി. ആളന്ന് വെയിറ്റ് ലോസിൻ്റെയൊക്കെ അന്ന് പണ്ടേ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അപ്പം അത് ഞാനൊന്ന് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിലെനിക്ക് പറ്റിയത് എങ്ങനെയാണോ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ എൻ്റെ സാഹചര്യം, എനിക്ക് അതിനുള്ള സാഹചര്യം ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാണ് ഞാൻ മാറ്റം വരുത്തിയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഈ ഒരു കോലത്തിൽ നിന്ന് ഈ ഒരു കോലത്തിലേക്കായി. അപ്പോഴേക്കും ഈ PCOD നന്നായി വർദ്ധിച്ച് മൊത്തം കുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുരുവിൻ്റെ അഭിഷേകമായിരുന്നു. ആദ്യം വന്നത് ഇങ്ങനെ ചറപറാന്ന് തരിതരി കുരുക്കൾ മൊത്തം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ തരിതരി കുരുവൊക്കെ വലിയ വലിയ ചക്ക പോലത്തെ കുരുക്കളായി. അത്രയും കുരു വന്ന കുരുവിൻ്റെ മുകളിൽ കുരു വന്ന് ഫേസ് മൊത്തം നിറയെ, എനിക്ക് ഫോട്ടോകളൊക്കെ കാണാം കുത്തായിട്ട്. അപ്പം അത്രയും കുറെ കൊല്ലായതാട്ടാ. അങ്ങനെ പിന്നെ അതിൽ നിന്ന് നമ്മൾ ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് അപ്പം നല്ലോണം മെലിഞ്ഞു. ഈ ഒരു 80-83. അപ്പം ഞാൻ പ്രസവം കഴിഞ്ഞിട്ട് ഒരു 3 വയസ്സാകുമ്പോൾ കുറച്ചും കൂടി കുറഞ്ഞു കേട്ടോ. അങ്ങനെ കുറച്ചൊന്നും മെലിഞ്ഞിട്ടുണ്ടാകും, എന്നാലും ആ ശരീരപ്രകൃതി ഒന്നും പഴയ പോലെ ആയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഇതിലേക്ക് വന്നപ്പോൾ ഒരു 50 കിലോനായി. അതിൻ്റെ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ അങ്ങനെയാണ് ആ വീഡിയോ വീഡിയോ എൻ്റെ ക്ലിക്കായത്. കാരണം അതെൻ്റെ ജെന്യൂൻ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ആ വെയിറ്റ് ലോസ് ചെയ്തതും പിന്നെ അതിൻ്റെ ഒപ്പം ഞാൻ സ്കിൻ കെയർ ഇങ്ങനത്തെ ഓരോന്ന് വരുമ്പോഴാണോ നമ്മൾ സ്കിൻ കെയറിലേക്ക് തിരിയുക. കാരണം അന്ന് കഴുത്തിലെ കറുപ്പ്, ഫേസ് പിഗ്മെന്റേഷൻ ഒന്നും നോക്കിയില്ല, കാരണം അത് നമ്മളെ ബാധിച്ചിരുന്നില്ല. അങ്ങനെ ഇരുന്നോട്ടെ, ഓക്കെ. പക്ഷെ കുരു വന്നപ്പം മുഴുവൻ വൃത്തികേടായി തുടങ്ങി. അതായത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എല്ലാവരും ചോദിക്കും എന്തെറ്റി മൂത്ത്, കാരണം അങ്ങനത്തെ കുരുവായിരുന്നു. ഒരു ആദ്യം വൃത്തികെട്ട ഏറ്റവും റോസ്റ്റ് ആയിട്ടുള്ള, അതായത് ഏറ്റവും മോശമായിട്ടുള്ള രീതിയിലായിരുന്നു ഫേസ്. അത്രയും കുരു എന്ന് പറഞ്ഞാൽ പഴുത്തതും പൊട്ടണതും ഒലിച്ചിരിക്കണതും അങ്ങനത്തെ ഒരു ജാതി വൃത്തികെട്ട കുരുക്കളായിരുന്നു. അപ്പോഴാണ് അങ്ങനെ സ്കിൻ കെയറിലേക്ക് ശ്രദ്ധിച്ചു തുടങ്ങി. അങ്ങനെയാണ് എൻ്റെ ഒരു സ്റ്റാർട്ടിങ്. ഞാൻ പറഞ്ഞെന്ന് മാത്രം, ആർക്കെങ്കിലും ഉപകാരപ്പെട്ടിട്ട് എനിക്ക് കേൾക്കുമ്പോൾ ഒരു മോട്ടിവേഷൻ കിട്ടണമെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ എന്ന് മാത്രം. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങുകയും ഞാൻ അന്നൊക്കെ വീട്ടിൽ തന്നെ ചെയ്തായിരുന്നു. കാരണം അന്ന് എനിക്കങ്ങനെ എന്താ പറയുക പുറത്തുനിന്ന് മേടിച്ചിരുന്നു കേട്ടോ. ഞാൻ കുറച്ച് ഐറ്റംസ് ബയോട്ടിക്കിൻ്റെ എന്താ പറയുക അന്നൊരു മോയ്സ്ചറൈസർ അങ്ങനെയൊക്കെ എന്തൊക്കെയോ അങ്ങനെ ചെറിയ ഐറ്റംസ് ഒക്കെ മേടിച്ച് നോക്കിയിരുന്നു. പക്ഷെ കൂടുതലും ഞാൻ ഇങ്ങനെ എന്താ പറയുക ആയുർവേദ രീതികൾ എനിക്കങ്ങനെ അതാണ് കൂടുതലായിട്ട് എനിക്ക് താല്പര്യം തോന്നിയത്, കൂടുതൽ നന്നായി തോന്നിയത്. ഫാസ്റ്റ്ലി എനിക്കത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ നല്ല വ്യത്യാസങ്ങളും മാറ്റങ്ങളും ഒക്കെ വന്നു തുടങ്ങി. അതൊക്കെ തന്നെയാണ് ഞാൻ യൂട്യൂബ് ചാനലിലും പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഒന്നാമത്തെ ഡെലിവറി അങ്ങനെയായിരുന്നു, വെയിറ്റ് ലോസ്. പിന്നെ ഞാനൊരു വെയിറ്റ് മാനേജ് ചെയ്ത് പോയി. കാരണം എന്താ പറയുക കുറേ എന്തും കഴിക്കും, പക്ഷെ വാരി വലിച്ച് കഴിക്കാണ്ട് ഒക്കെ ഒരു മിനിമം നമ്മുടെ വയറിൽ ഇപ്പം എനിക്ക് ഇഷ്ടമുള്ള സാധനം കണ്ടാലും ഞാൻ കുറച്ച് കഴിക്കും. ഇത്രയും വന്ന സാധനം എനിക്ക് കഴിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇത്രയും കഴിച്ച് മനസ്സിനെ തൃപ്തിപ്പെടുത്തി ഇരിക്കും. പക്ഷെ അത് കംപ്ലീറ്റ് കഴിക്കാണ്ടിരുന്നാൽ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഭയങ്കര ഒരു ത്വര വരും. നമുക്ക് ആ ഒരു മടുപ്പും സന്തോഷമില്ലായ്മയും ഹാപ്പി അല്ലാത്ത രീതിയൊക്കെ വരും. അപ്പം അത് കാരണം സ്വല്പം കഴിച്ചു, അപ്പം മനസ്സിനൊരു തൃപ്തിയായി കഴിച്ചു. അതങ്ങനെ കുറേശ്ശെ കഴിക്കും. അതെൻ്റെ ഒരു ഐഡിയ ആയിരുന്നു കേട്ടോ, വളരെ സ്ലോലി. പിന്നെ ഈ ആദ്യത്തെ വെയിറ്റ് ലോസ് ചെയ്തപ്പോൾ ഞാൻ എന്തൊക്കെ ചെയ്തു എന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. പഞ്ചസാര ഫുള്ള് നിർത്തി, ഫ്രൂട്ട്സ് കഴിച്ചിരുന്നു. പിന്നെ എന്താ പറയുക മുട്ട ക്യാപ്സിക്കം വെച്ചിട്ട് ഇങ്ങനെ സ്ക്രാമ്പിൾ ഇടയ്ക്ക് കഴിക്കട്ടോ. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് എനിക്ക് അങ്ങനെ സ്ഥിരമായിട്ട് ഞാൻ മുട്ട കഴിച്ചിരുന്നില്ല. മുട്ട വീട്ടിൽ എപ്പോഴൊക്കെ മേടിക്കണമെന്ന് വെച്ചാൽ അപ്പം ഞാൻ പറയും എനിക്ക് പുഴുങ്ങിയ മുട്ട അല്ലെങ്കിൽ അങ്ങനത്തെ മുട്ടക്കറി വെക്കുമ്പോൾ ഞാൻ പറയും എനിക്കൊരു മുട്ട മാറ്റി വെച്ചിട്ട് ഞാൻ വൈകുന്നേരം ക്യാപ്സിക്കം ഒരെണ്ണം മേടിച്ചിട്ട് ഇങ്ങനെ മുട്ട സ്ക്രാമ്പിൾ ചെയ്ത് ഇടയ്ക്ക് കഴിക്കും. പിന്നെ എക്സസൈസ് ഞാനൊരു ചാനലിൻ്റെ ഇത് വെക്കാൻ പാടുന്നില്ല എനിക്കറിയില്ല. ഒരു ജോനാസ് എന്ന് പറഞ്ഞിട്ടൊരു ഫുൾ എനിക്ക് ഓർമ്മയില്ല ചാനലിൻ്റെ പേര്. ആളുടെ പേര് ജോന എന്നങ്ങടാണ്. അവരുടെ ഈ ബിഗിനേഴ്സിൻ്റെ ട്രെയിനിങ് എക്സസൈസ് ഉണ്ട്. അതൊരു 56 കിലോയ്ക്കൊക്കെ വന്നപ്പോഴാണ്, 56 കിലോയ്ക്ക് ആയപ്പോഴാണ് ഞാൻ ചെയ്തു തുടങ്ങി. അതുവരെ ഞാൻ ഫുഡ് നന്നായിട്ട്, അതായത് ഫുഡ് 3 നേരം കഴിക്കും,
പക്ഷെ ഇടയിൽ ബിസ്ക്കറ്റ്, സ്നാക്സ്, അതുപോലെ മധുരമുള്ള കാര്യങ്ങൾ, അങ്ങനത്തെ ഐറ്റംസ് ഇടയിൽ കുറുക്കുന്ന സാധനങ്ങളൊക്കെ നിർത്തി. എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ ഉണ്ണി കഴിക്കുമ്പോൾ അതിനൊപ്പം കഴിക്കുക അതൊന്നുമില്ല. നല്ല രീതിക്ക് തന്നെ വെള്ളം കുടിക്കും. ഞാൻ ഓൾറെഡി എൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, എൻ്റെ പഴയ വീഡിയോ നോക്കിയാൽ മതി. അങ്ങനെ പിന്നെ എനിക്ക് കാപ്പി അന്നും ഭയങ്കര ഇഷ്ടം. ഞാൻ പറഞ്ഞിട്ടുണ്ട് പാൽച്ചായ, പാൽ കാപ്പി. അപ്പം ഞാൻ വീട്ടിലങ്ങനെ എന്നും പാൽ മേടിക്കില്ല, പക്ഷെ മേടിച്ച് ഞാൻ കുടിക്കലുണ്ട്. അപ്പം ഞാനൊരു തുള്ളി ശർക്കര ഇട്ടിട്ടാണ് കുടിച്ചായിരുന്നു കേട്ടോ. അങ്ങനെ അപ്പോൾ അങ്ങനെയാണ് ചെയ്തിരുന്നത്. പിന്നെ ഇങ്ങനെ മൈദ, അത് ബ്രെഡ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒഴിവാക്കിയിരുന്നു. അപ്പം അങ്ങനെയാണ് എൻ്റെ ഡയറ്റ് പോയിരുന്നത്. നല്ല വ്യത്യാസമുണ്ട്. ഒരു 3 മാസം കൊണ്ട് തന്നെ ഞാൻ എന്ന് പറഞ്ഞിട്ട് നല്ല രീതിക്ക് തന്നെ വ്യത്യാസം വന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇനി ഇപ്പോൾ രണ്ടാമത്തെ ഡെലിവറിയുടെ കാര്യം പറയുകയാണെങ്കിൽ, രണ്ടാമത്തെ ഡെലിവറി 2023 അതിന് ഞാൻ ഏകദേശം ഒരു 55-56, നിങ്ങൾക്ക് എൻ്റെ പഴയ വീഡിയോ കണ്ടറിയാലോ, ഞാൻ ആ ഒരു മെലിഞ്ഞിരുന്ന അതിൽ നിന്ന് ഞാനൊരു വീണ്ടും 80ലേക്ക് വീണ്ടും പോയി. നമ്മുടെ കഴിഞ്ഞ ചിറ്റാറ്റ് വീഡിയോയിൽ ഞാൻ എന്റെ വെയിറ്റ് കൂടിയെന്ന് പറഞ്ഞപ്പോ ഞാൻ 80 kg ആയിന്ന് പറഞ്ഞപ്പോ എനിക്ക് വന്ന കമന്റ് ആട്ടാ. ജസ്റ്റ് വെറുതെ ഇങ്ങനെ കമന്റ് ഇടാ, സത്യാവസ്ഥ അല്ലെങ്കിൽ നമ്മൾ കുറച്ച് മുന്നേ പ്രഗ്നന്റ് ആയ സമയത്ത് ആ വീഡിയോസ് കാണേ, അങ്ങനെ ഒന്നും ചെയ്യണ്ടേ, വെറുതെ വന്ന് അവരാണ് തള്ളണത്. എന്താ സത്യം പറഞ്ഞാൽ അങ്ങനെയല്ല എന്റെ അവസ്ഥ. അതായത് 80-90 കിലോ, ഞാൻ 90 കിലോ എന്ന് പറഞ്ഞിട്ടില്ല, 80 കിലോ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തള്ളല്ലേന്ന്. അപ്പൊ ഞാൻ അതിന് മാന്യമായിട്ട് കമന്റിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഇനി അതിന്റെ തെളിവ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോ ചില കമന്റുകൾ വായിക്കുമ്പോഴേക്കും പലരും അതിൽ കമ്മന്നടിച്ച് വീഴും. അതായത് നമുക്കിങ്ങനെ ഇത് സത്യാന്ന് വെച്ചിട്ട്, പക്ഷെ സത്യം പറഞ്ഞാൽ അതിന്റെ സത്യാവസ്ഥ അറിഞ്ഞിട്ട് വേണം നമ്മള് എന്നെ വന്ന് തെറി വിളിക്കാനും, ഇനിയിപ്പോ എന്റെ മാതിരി വേറെ വല്ലവരുടെ കാര്യമാണെങ്കിലും അവരെ പോയി തെറി വിളിക്കാനും ഒക്കെ. കാരണം ഇപ്പോഴത്തെ കാലം എങ്ങനെയാണ്, സത്യാവസ്ഥ ഒന്നും അറിയില്ല. ഒരാൾ എന്തോ ഇരുന്ന് വിളിച്ചു പറഞ്ഞു, അപ്പൊ അത് കേട്ടിട്ട് അടുത്ത ആൾക്കാരെ മെക്കിട്ട് കയറാം. എന്താണ് അതിലുള്ള സത്യാവസ്ഥ എന്ന് അറിഞ്ഞിട്ട് മാത്രമേ നിങ്ങൾ മെക്കിട്ട് കയറാൻ വേണ്ടി പോകരുത്. അതിപ്പോ ആരോടാണെങ്കിലും റിക്വസ്റ്റ് ആണ്. നിങ്ങൾക്ക് തള്ളാം കൊള്ളാം കുഴപ്പമില്ല കേട്ടാ, ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ഇത് ജസ്റ്റ് ഒന്ന് കാണ്, എന്നിട്ട് ഞാൻ എന്റെ കാണിച്ചു തരാം കേട്ടാ. ഞാനിതിപ്പോ ഞാൻ ഡെലിവറി സമയത്ത് അല്ല എന്ന് പറയരുത്, ഞാൻ ഇതിന്റെ വോയിസ് ഓവർ വരെ വെക്കാം. കരിക്കാണ് കേട്ടോ, എനിക്ക് വെള്ളം കുടിക്കാൻ പറ്റാത്ത കാരണം കരിക്ക് വാങ്ങി വെച്ചിട്ടുള്ളതാണ്. അപ്പം ഞാൻ എന്തായാലും വെയിറ്റ് നോക്കട്ടെ കേട്ടോ, നമുക്ക് ഭാവിയിൽ ആവശ്യം വരും. വെയിറ്റ് എന്തായാലും കുറയുമ്പോഴൊക്കെ നമുക്കിത് കാണാമല്ലോ എത്ര ഉണ്ടായിരുന്നു വെയിറ്റ് എന്നൊക്കെ. കേട്ടോ ഞാൻ മുകളിലേക്ക് നോക്കി നിൽക്കട്ടെ, വയറുള്ള കാരണം കാണുവാനില്ല വെയിറ്റ്. ആ ഇതേ ഓക്കെ, ഇതാണ് നമ്മുടെ വെയിറ്റ്. എത്ര പോയാ അല്ലേ? അപ്പോ ഫോൺ എന്തായാലും കള്ളം പറയില്ലല്ലോ. അതെ, 2022 ഡിസംബറിലാട്ടോ, ജനുവരിയിലാണ് എന്റെ ഡെലിവറി. ഇനിയും ഉണ്ട്, ഡിസംബർ 17 ആയിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ ഡെലിവറിയുടെ കറന്റ് ആ ഡേറ്റിന്റെ നമ്മൾ വെയിറ്റ് നോക്കുമ്പോൾ 80 കിലോ ആണ്. ഇപ്പൊ തന്നെ 78 ഇനിയിപ്പോ 2 കിലോന് കൂടാൻ വലിയ സമയമൊന്നും വേണ്ട. അപ്പൊ നമുക്ക് ഡെലിവറി ആ സമയമാണ്, നമ്മുടെ പ്രഗ്നൻസി പീരീഡ് ആണ്, വെയിറ്റ് കൂടുന്നത്. അപ്പൊ ഞാൻ ജസ്റ്റ് വലുതാരും ബോധിപ്പിക്കാനൊന്നുമല്ല, പക്ഷെ ചില കമന്റുകൾ ഇടുമ്പോഴേ ഇതിങ്ങനെ ഒരാളിങ്ങനെ വന്ന് കമന്റ് ഇട്ടു, അപ്പൊ ഇത് കാണുന്ന എത്ര ആളത് വിചാരിക്കും നമ്മള് തള്ളലാന്ന്. പക്ഷെ സത്യാവസ്ഥ ഇങ്ങനെയല്ല. അപ്പൊ കണ്ടില്ലേ, ഇതാണ് പല കാര്യങ്ങളും നിങ്ങൾ കുറേ കൂടി ഒന്നും കൂടി ഒന്ന് ചികഞ്ഞൊന്നും കൂടി ഒന്ന് ആത്മാർത്ഥമായിട്ടൊന്ന് ചെക്ക് ചെയ്തിട്ട് വേണം കേട്ടോ നമ്മളോട് ഇങ്ങനെ വന്ന് എന്തെങ്കിലും പറയാൻ. എന്നോട് മാത്രമല്ല ആരോടായാലും. ഇനി വേറൊരു കാര്യം കൂടി കാണിച്ചു തരാം കേട്ടോ. അപ്പൊ രണ്ടാമത്തെ ഡെലിവറിയിൽ വന്ന കാര്യമാണ്, എനിക്ക് കുരുവിന്റെ അങ്ങേറ്റായിരുന്നു. അപ്പൊ ചിലര് കമന്റ് ഇട്ടുണ്ടായിരുന്നു. അടുത്തതെന്ന് പറഞ്ഞാൽ എനിക്കൊരു കാര്യം കൂടി പറയാണ്ട്, നമ്മൾ തമ്പനയിൽ കൊടുക്കുന്ന ഫോട്ടോ എന്താ പറയാ, പിമ്പിൾസ് ചേഞ്ച് വന്നപ്പോഴത്തെ അങ്ങനെയല്ലേ എന്നുള്ള ഇപ്പൊ ചോദിക്കണം. നിങ്ങൾക്ക് ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മനസ്സിലായി, ക്ലിയർ ആണെന്ന് തോന്നുന്നു ഈ വീഡിയോയിൽ ആ ഒരു ഭാഗം അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോ പിമ്പിൾസ് ഇതുവരെ കണ്ടിട്ടില്ല, ഞാൻ യൂട്യൂബിൽ നിന്ന് ബ്രേക്ക് എടുത്തിട്ടില്ല, ഫോട്ടോ പഴയതല്ല. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു പഴയ ഫോട്ടോ പുതിയ ഫോട്ടോ വന്നത്? ചേച്ചിയുടെ ശരിക്കുള്ള മുഖം അപ്പൊ അതല്ലേ, പിന്നെ ഈ ബിഫോർ അല്ലെങ്കിൽ ആഫ്റ്റർ വെക്കുന്ന മുഖം ഞാൻ ഫിൽറ്റർ ഇട്ട് വെളുപ്പിച്ചല്ലേ എന്നൊക്കെയാണ് ഈ ചോദിച്ചിട്ടുള്ളത്. അപ്പോ ഇത് കുറെ പേര് ഇത് കണ്ടിട്ടുണ്ടാവും. ഇത് ഇവിടെ തന്നെ കേൾക്കുന്നുണ്ട് കേട്ടോ, നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിലാണ്. അപ്പൊ ഇത് കണ്ടവരൊക്കെ എന്ത് വിചാരിക്കാം, അപ്പൊ അങ്ങനെ തന്നെ ഇവര് സത്യം പറഞ്ഞ ഇവര് ഫുൾ ഉടായിപ്പാണ്, ഇവര് മുഖത്ത് നിറയെ ഇപ്പോഴും കുരും പാടും, അല്ലെങ്കിൽ എപ്പോഴും അങ്ങനത്തെ മുഖമാണ്. എന്നിട്ട് ഇവര് എന്ത് ചെയ്യും, ഫിൽറ്ററും സ്മൂത്തനറും ഒക്കെ ഇട്ടിട്ട് ഇവര് വന്നിട്ട് അതിന്റെ ബിഫോർ ആഫ്റ്റർ കാണിക്കാന്നല്ലേ. സത്യമായിട്ടും ഇപ്പൊ ഞാൻ വേറെ ആളെ കാണുകയാണെങ്കിൽ ഇങ്ങനത്തെ കമന്റ് കാണുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിലാതായിരിക്കും ചിന്തിക്കുക. പക്ഷെ ഇപ്പൊ എനിക്ക് കുറെ കൂടി മനസ്സിലായി തുടങ്ങി. നമ്മൾ ഈ നമുക്കിത് വരുമ്പോഴേ, നമുക്ക് സ്വന്തം അനുഭവങ്ങൾ വരുമ്പോഴാണ് മനസ്സിലാവുന്നത്. ഇത് ആരും വിഷമിപ്പിക്കാനോ ആരെയും ബോധിപ്പിക്കാനോ ഒന്നും അല്ല കേട്ടോ, ഞാൻ ജസ്റ്റ് പറഞ്ഞത് മാത്രം. അപ്പൊ അതെ, ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇവരെന്റെ മുന്നത്തെ വീഡിയോ കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല, ഇവര് എന്റെ പഴയ ഒന്നും കണ്ടിട്ട് എനിക്കറിയില്ല. അപ്പൊ ഇതാണ് എന്റെ പ്രഗ്നൻസി പീരീഡിലത്തെ ആ ഒരു പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ 1 കൊല്ലം മുന്നേ. കുഴുവിന്റെ എന്ന് പറഞ്ഞാൽ മുഖത്തെ ഡാമേജ്, അത്ര ഡാമേജ് ആണ് മുഖം. ഞാൻ ഈ ഫേസ് കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ എന്താ പറയാ, പിമ്പിൾസ് ഉള്ള ഫേസ് ഒറ്റ വീഡിയോയിൽ കണ്ടിട്ടില്ല എന്നല്ല പറയണത്. ഈ വീഡിയോയില് ഞാൻ കുറച്ച് ഇങ്ങനെ ഫോക്കസ് ആയി കഴിഞ്ഞാൽ ബ്ലർ ആയിട്ടിരിക്കണേ കണ്ടില്ലേ, എന്റെ മുഖത്ത് ഫുള്ള് കുരുവാണ്.
അപ്പൊ ഞാൻ എൻ്റെ വീഡിയോസ് കുരുള്ള വീഡിയോസ് ഒക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. പക്ഷെ ആരും അത് പറയാണ്ട് ശ്രദ്ധിക്കാണ്ടാണ് വന്നിട്ട് ഇങ്ങനെ കമന്റ് ഇടുന്നത്. ഞാൻ എൻ്റെ പഴയ ഫോട്ടോസ് അല്ലെങ്കിൽ എൻ്റെ ഫോട്ടോയിൽ ഒറ്റണത്തിലും എൻ്റെ വീഡിയോയിൽ കുരു ഒന്നും കാണില്ലാന്ന്. ഞാൻ എൻ്റെ വീഡിയോയിൽ കുരു ഉള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. കുരുവിൻ്റെ അങ്ങേറ്റ 5 കിളി കേട്ടോ. എന്നിട്ട് എനിക്ക് അതിൽ കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പ്രഗ്നന്റ് ആണോ നോക്കാണ്ട് പോലെ എനിക്ക് കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എന്താ പറയാ എന്തുമാത്രം ഈ കുരു മാറ്റാണ്ട് നിങ്ങൾ കുരുവിന്റെ വീഡിയോ ചെയ്യണം. അപ്പൊ എനിക്കിങ്ങനെ അറിയാവുന്നത് എനിക്ക് കുറച്ച് കുരു വരുമ്പോൾ ഞാനതൊന്നും ചെയ്യും. അപ്പൊ എനിക്ക് കുറഞ്ഞു കാണുമ്പോൾ ഞാനൊരു വീഡിയോ ചെയ്യും, അതിങ്ങനെ ചെയ്തിട്ട് കുരു മാറി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിൽ വന്നിട്ട് കമന്റ് ഇടുന്ന അങ്ങനെ. അപ്പൊ ഞാൻ എനിക്ക് എന്റെ ഫേസിൽ എന്താ ഉള്ളത് വെച്ചാൽ അതാണ് ഇതിൽ കാണാം. കുരു ഉണ്ടെങ്കിൽ കുരു കാണും, അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇപ്പൊ കുരു ഇല്ല കേട്ടോ, ഇപ്പൊ കംപ്ലീറ്റ് ആയി. ഞാൻ അതിലേക്കാണ് വരുന്നത്. അപ്പോ അങ്ങനെയായിരുന്നു, നിറച്ചു കുരു വന്നു. പക്ഷെ ഒരു 7 മാസമായപ്പോ കുരുവിന്റെ പാടും വൃത്തികെട്ട ഒരു കലകളും അങ്ങനത്തെ അതൊക്കെ അവിടെ തന്നെ കിടന്നു, പോയില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ തടിയും പിഗ്മെന്റേഷനും കഴുത്തിൽ ഡാർക്ക്നെസ് കക്ഷമൊക്കെ കണ്ടാൽ മതി. എൻ്റെ ചേട്ടനും അമ്മയും ഡെലിവറിക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അമ്മ പറയാം, നിന്റെ തൊടയുടെ അവിടേക്ക് ഡെലിവറിയുടെ നേരത്തെ അവർ കൂടെ ഉണ്ടല്ലോ, തൊടയുടെ അവിടേക്ക് എന്ത് കറുപ്പ മോള്, ഇങ്ങനെ കരിക്കട്ട പോലെ. അമ്മ വെച്ച് നിങ്ങൾ വേണമെങ്കിൽ എൻ്റെ അമ്മയോട് ചോദിച്ചോ, എൻ്റെ അമ്മേനെ അറിയണവരാണെങ്കിൽ. എൻ്റെ അമ്മ പറയാനോട് പറയും, ഇത് എന്തുട്ടെ കാണി ഇമാതിരി കരിക്കട്ട പോലെ. അത്രയ്ക്ക് പിഗ്മെന്റേഷൻ ആയിരുന്നു എനിക്ക് പ്രൈവറ്റ് പാർട്സിലൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് സാധാരണ എല്ലാവരും പറയണ മാതിരി തന്നെ എൻ്റെ വെയിറ്റ് അങ്ങനെ വലിയതായിട്ടൊന്നും കുറഞ്ഞില്ല. എനിക്ക് എൻ്റെ പഴയ പോലെ എത്തിയില്ല. ചിലർ പറയുന്നത് അവർ പഴയതിനേക്കാൾ മോശമായിട്ട് കാറ്റടിച്ചിട്ട് മാതിരി 30-40 അല്ലെങ്കിൽ 50 കിലോനൊക്കെ ആയിരുന്നു. പക്ഷെ ഞാൻ ആയിട്ടുണ്ടായിരുന്നില്ല. ഞാനത് എനിക്ക് എൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ബോഡി അങ്ങനെയാണ്, നമ്മൾ അധ്വാനിച്ചാലാണ് അത് കാണിക്കുള്ളൂ പുറത്തേക്ക്, അല്ലാണ്ട് പതുക്കെ ഷൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവില്ല. അങ്ങനെ ഞാൻ പിന്നെ എന്താ പറയുക, 1 കൊല്ലം വരെ ബുദ്ധിമുട്ടായിരുന്നു. എൻ്റെ വീഡിയോസ് കണ്ടറിയാം എൻ്റെ മുഖം നല്ല തടിച്ചിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. അങ്ങനെ ആ 1 കൊല്ലം കഴിഞ്ഞോടൊക്കെ തന്നെ ഞാൻ പതുക്കെ തന്നെ സ്റ്റാർട്ട് ചെയ്തു എൻ്റെ കാര്യങ്ങളൊക്കെ. പക്ഷെ പാലുകൂടിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. പിന്നെ ഒരു 2 വയസ്സ് ഒക്കെ 2.25 വയസ്സൊക്കെ ആയപ്പോഴേക്കും പാലുകൂടി സ്വയം നിർത്തി. അവൾക്ക് അങ്ങനെ നിർബന്ധങ്ങൾ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആയപ്പോൾ ഞാൻ പിന്നെ കൂടുതലായിട്ട് അതിലേക്ക് തിരിഞ്ഞു. ഇപ്പോൾ പാറുവിന് 2.5 വയസ്സാണ്. അപ്പോൾ എനിക്ക് ആ വ്യത്യാസം നിങ്ങൾക്ക് കാണില്ലേ, ഫോട്ടോസ് കൂടെ കാണണ്ടാവും നിങ്ങൾ. അപ്പോൾ ആ ഒരു വ്യത്യാസമാണ് എനിക്ക് വന്നത്. ഞാൻ നല്ല രീതിക്ക് തന്നെ വെയിറ്റ് ലോസും കാര്യങ്ങളും. അപ്പോൾ അതിൻ്റെ വീഡിയോസ് എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ കഴിച്ചു, അങ്ങനെയുള്ളതൊക്കെ ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കുറേ പേര് കാണുകയും ചെയ്തു. അങ്ങനെ കേട്ടോ. അപ്പോൾ ഡെലിവറിക്ക് ശേഷം വന്നിട്ടുള്ള വെയിറ്റ് അതേപോലെ തന്നെ നോർമലായിട്ട് കുറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് പഴയതുപോലെ ഇപ്പോഴും കുറച്ചും കൂടി എത്താണ്ട്, ഞാൻ പഴയതിലേക്ക് എത്തിയിട്ടില്ല ഇപ്പോഴും. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നു, ഞാൻ പഴയ രീതിയിലേക്ക് ഞാൻ എത്തിയിട്ടില്ല, വെയിറ്റിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പക്ഷേ എനിക്ക് എൻ്റെ പഴയ ഡ്രസ്സുകളൊക്കെ അത്യാവശ്യം കുറച്ച് ഫിറ്റ് ആയിട്ട് ഇടാൻ പറ്റുന്നുണ്ട്. മറ്റേ തീരെ ഇടാൻ പറ്റിയിരുന്നില്ല. ഇപ്പൊ അത് കുറച്ച് ടൈറ്റ് ആണ്, എന്നാലും ഇടാൻ പറ്റും. അപ്പൊ അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, ഒരു സ്ലോലി ആയിട്ടുള്ള ജേണി. അപ്പൊ എനിക്ക് പറയാനുള്ള അമ്മമാരോടാണ്, ഒരു 3 വയസ്സ് വരെ നിങ്ങളിപ്പോൾ തടി കുറഞ്ഞിട്ടില്ല. ഞാൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ എന്താ പറയുക, അത്യാവശ്യം നല്ലൊരു ബോഡി ഫിറ്റൊക്കെ ആയിരുന്ന ആളായിരുന്നു. അല്ലെങ്കിൽ എനിക്ക് വേണ്ട ആവശ്യത്തിനുള്ള തടി ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എനിക്ക് ഭയങ്കരമായ തടിയാണ്, എനിക്ക് ഭയങ്കര കുറയണില്ല എന്നുള്ളവർക്ക് വേണ്ടിയിട്ട് മാത്രമാട്ടോ എൻ്റെ ഒരു ഉപദേശം, അല്ലെങ്കിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ്. ഉപദേശമല്ല, എൻ്റെ എക്സ്പീരിയൻസ് എന്താന്ന് വെച്ചാൽ, നിങ്ങൾക്ക് തടിയുടെ പ്രശ്നമില്ല. ഉണ്ണികൾക്കൊരു 3-3.5 വയസ്സ് ആവുമ്പോഴേക്കും എനിക്ക് തോന്നുന്നു നമ്മൾ ബാക്ക് ടു നോർമലിലേക്ക് വരും എന്നാണ് എനിക്ക് തോന്നണത് കുറേയൊക്കെ. പിന്നെ നമ്മൾ കഴിക്കുന്ന ഫുഡിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്താം, ചെറിയ എക്സസൈസുകൾ സ്റ്റാർട്ട് ചെയ്യുക. വലുതൊന്നും വേണ്ട, ജിമ്മിലേക്ക് പോകണമെന്നോ അങ്ങനെയൊന്നും ഇല്ല. പലർക്കും ഇപ്പോൾ അതിനുള്ള സാഹചര്യം ഇല്ല. എനിക്കാണെങ്കിൽ കുറച്ച് മടിയാണ് ജിമ്മിൽ പോകാൻ. എനിക്ക് കുറച്ച് നാണക്കേടാണ്. എന്താണെന്ന് വെച്ചാൽ പെണ്ണുങ്ങളുടെ ജിം ഉണ്ടായിരിക്കാം, പക്ഷെ എനിക്ക് കുറച്ച് ഒരു ഇത് വരും, ഒരു ഷൈ, ആ ഒരു ഇതാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് താല്പര്യം കുറച്ച് കുറവാണ്. ചേട്ടൻ തന്നെ എന്നും പറയും ഞാൻ കൊടന്നാക്കാടി. പക്ഷെ എനിക്കൊരു മടിയാണ്. അത് കാരണം ചേട്ടൻ പോകുമ്പോൾ ഞാനും കൂടെ വരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ നിൽക്കണേ. ആളുടെ കാലുമത്തെ ഈ പരിപാടി ആൾക്കൊരു സ്റ്റീലൊക്കെ ഇട്ട് റിമൂവ് ചെയ്തെടുക്കുന്ന ഇരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കഴിഞ്ഞിട്ട് ആൾ പോകുമെന്ന് പറയുമ്പോൾ ചേട്ടൻ പോയിട്ടൊന്ന് സെറ്റ് ആകും, എന്നിട്ട് നല്ലതാണെങ്കിൽ ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ നിൽക്കണേ. അപ്പം ഞാൻ വീട്ടിലെ ചെയ്യാം കുറച്ച് ഡംബൽസും വർക്കൗട്ട്സും, അതുപോലെ തന്നെ കുറച്ച് നമുക്ക് എക്സസൈസ്, കുറച്ച് യോഗ, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ നമുക്ക് എന്താ പറയുക, ഫേസ് യോഗ ചെയ്യലുണ്ട്. ഈ സാധനങ്ങളൊക്കെ നല്ല രീതിക്ക് തന്നെ കുറയും. നമുക്ക് ഫേസിന്റെ തടി ഒന്ന് വല്ലാണ്ട് ഇങ്ങനെ ചീർത്ത് ഇങ്ങനെ ബുമ്ന്ന് നിൽക്കണത് കുറച്ചൊന്നും നല്ല രീതിക്ക് തന്നെ ഷാർപ്പാവും. പക്ഷേ ഇതിനൊക്കെ ഒരു സ്ലോലി പ്രോസസ്സാണ്. നമ്മളൊന്ന് വെയിറ്റ് ചെയ്താൽ മതി. ഒരു 3 മാസമൊക്കെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നല്ല ചേഞ്ച് വരും. അത് ഞാൻ മാത്രമല്ല, ഒരുപാട് ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾ കാണുന്നില്ലേ. അപ്പം അതിലൊക്കെ അങ്ങനെ തന്നെ കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഞാനൊരു ചെറിയൊരു ജേണി, എൻ്റെ ഒരു ജേണി സംസാരിച്ചതാണ്. ഇതിൽ പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഉപകാരം ഉണ്ടായോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ വെയിറ്റ് ചെയ്യുക. നമ്മളിപ്പോൾ വണ്ണം കുറഞ്ഞിട്ടില്ല, ഡെലിവറിയുടെ ശേഷമുള്ള വണ്ണം ഒന്നും മാറണില്ല. പിന്നെ വയറ് കുറയ്ക്കാനായിട്ട് യോഗ ഭയങ്കര എഫക്റ്റീവ് ആയിരുന്നു കേട്ടോ. യോഗ, വയറ്, അതുപോലെ എനിക്ക് ബാക്ക് പെയിൻ അത്ര അധികം ഇല്ലെങ്കിലും ചെറുതായിട്ടുണ്ടായിരുന്നപ്പോൾ ഈ യോഗ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്.
ഇങ്ങനെയുള്ള ആ ഒരു സാധനം ഇങ്ങനെ ഇങ്ങനെ ചെയ്യണത്, ആ ഒരു സാധനം ഭയങ്കര നല്ലതായിരുന്നു. പിന്നെ എന്ന് പറഞ്ഞാൽ ഈ ഫേസ് യോഗ നല്ലതായിരുന്നു. പിന്നെ കുറച്ച് എനിക്ക് തോന്നുന്നു എനിക്കൊക്കെ എക്സസൈസ് ചെയ്യുമ്പോൾ വേർത്താലാണ് എനിക്ക് താല്പര്യമുള്ളൂ. എക്സസൈസ് ചെയ്തു എന്ന് തോന്നുള്ളൂ കേട്ടോ. അതിപ്പോൾ എൻ്റെ ഒരു ഇതാണ് അങ്ങനെ. അപ്പം അങ്ങനെ ഞാൻ കുറച്ച് അങ്ങനെ ചെയ്തായിരുന്നു. പിന്നെ ഇപ്പോൾ കുറച്ചായിട്ട് എക്സസൈസ് ഒക്കെ അവൾ കയ്യിൽ നിന്ന് പോയി എടുക്കാം. നമുക്ക് മഴയായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മുടെ വീടിൻ്റെ അവിടെ അധികം സ്പേസ് ഇല്ല, ഫുള്ള് മഴ കൊള്ളും, രാവിലെയൊക്കെ പൊരിഞ്ഞ മഴയാണ്. പിന്നെ യോഗ ചെയ്യും വീടിൻ്റെ അകത്ത് തന്നെ ഇരുന്നിട്ട്. പിന്നെ ഫേസ് യോഗയും ചെയ്യും. മറ്റുള്ള എക്സസൈസ് കുറച്ച് കുറവാണ്. പിന്നെ ചേട്ടൻ്റെ സുഖമില്ലാണ്ടൊക്കെ ആയിട്ട് അങ്ങനെയും കുറേ കയ്യിൽ നിന്ന് പോയി. അപ്പം ഇനിയൊക്കെ ബാക്ക് ടു നോർമലിലേക്ക് വരണം. എന്നാലും നമ്മളെ ഫുഡിലൊക്കെ വന്നാലും അതൊന്ന് മാനേജ് ചെയ്യാം. പിന്നെ കുറച്ച് നല്ല ഫുഡൊക്കെ നമുക്ക് കഴിക്കണമെങ്കിൽ കഴിക്കാം. പക്ഷെ പിന്നത്തെ മീൽസൊക്കെ നമ്മൾ അത് മാനേജ് ചെയ്തിട്ട് കഴിക്കുക. പിന്നെ മധുരം കഴിക്കാനൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് മധുരം തോന്നുമ്പോൾ നമ്മൾ ഫ്രൂട്ട്സ് എന്തെങ്കിലുമൊക്കെ കഴിക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു ക്രേവിങ്സിനൊന്ന് ശമനം വരും. അങ്ങനെ പിന്നെ മാസത്തിലൊരിക്കലൊക്കെ ആവാൻ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. പിന്നെ വേറെ കാര്യം കുറച്ച് പേര് ചോദിക്കലുണ്ട്. എൻ്റെ 2 ഡെലിവറി നോർമലായിരുന്നു. പിന്നെ ഞാൻ എന്താ പറയുക, ഡെലിവറി നിർത്തിയിട്ടില്ല, പ്രസവം നിർത്തിയിട്ടില്ല. ഞാൻ നിർത്തണില്ല എന്ന് വെച്ചിട്ടാണ്. അല്ലാണ്ട് എനിക്ക് ഇനിയൊരു ബേബീനെ താല്പര്യം ഉണ്ടായിട്ടല്ല, ഞാൻ വേണമെന്നില്ല. പക്ഷെ ഞാൻ ഡെലിവറി സ്റ്റോപ്പ് ചെയ്തിട്ടില്ല, നിർത്തിയിട്ടില്ല. നിർത്തണ്ടെന്നാണ് എൻ്റെ ഒരു ചിന്ത. ഇപ്പം ഞാൻ അങ്ങനെയാണ് വിചാരിച്ചിരിക്കുന്നത്, നിർത്തണില്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.